അപ്പോൾ ദാനധർമ്മത്തിനെ പറ്റിയിട്ട് ഇതാ പറഞ്ഞു കൊടുത്തു. ദാനം ചെയ്യുന്നതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യങ്ങൾ, ദാനം ചെയ്യേണ്ട സമയത്തുള്ള പ്രത്യേകത എന്താണ് അല്ലേ? ആരുടെ കയ്യാ മുകളിലുണ്ടാവുക? ദാനം കൊടുക്കുന്നയാളുടെ കൈയാണോ ദാനം വാങ്ങുന്നയാളുടെ കൈയാണോ അല്ലേ? ദാനം വാങ്ങണത് ഇനി ഏത് കോടീശ്വരനായാലും തിരക്കടില്ല. 10 റുപ്യ ഒരാളുടെ അടുത്ത് നിന്ന് കേട്ട് വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആരുടെ കയ്യാ മുകളിലുണ്ടാവുക? അത് സംശയമില്ല. അത് കൊടുക്കുന്ന ആളുടെ കൈയാണ് ഇതാ മുകളിലുണ്ടാവുക. അതാണ് പ്രത്യേകത. ആർക്കാ അനുഗ്രഹം കിട്ടണത്? കൊടുക്കുന്ന ആൾക്കാണ്. ദാനം കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഭഗവാന്റെ അടുത്ത് നിന്ന് ഇതാ അനുഗ്രഹം കിട്ടണത്, ഐശ്വര്യത ഉണ്ടാവുന്നത് അല്ലേ? അപ്പം ദാനധർമ്മത്തിനെ പറ്റിയിട്ട് ഏറ്റവും വലിയതായിരിക്കുന്ന ആ ധർമ്മമാണ് ദാനം ചെയ്യുക എന്നുള്ളത്. ആ ദാനാദി കാര്യങ്ങളെ പറ്റിയിട്ട് ഇതാ പറഞ്ഞു കൊടുത്തു. ദാനധർമാൻ മോക്ഷധർമാൻ വിഭാഗശ രാജധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത്ര എങ്ങനെ വേണം രാജ്യം ഭരിക്കുക, എങ്ങനെ വേണം രാജ്യം ഭരിക്കുക? രാജ്യം ഭരിക്കണ സമയത്ത് ഭരണം ഭജനമാവണം എന്ന് പറയും. ഭരണം ഭഗവത് ഭജനമാവണം അല്ലേ? നമ്മളൊക്കെ ഭരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നതായിരിക്കുന്ന ആൾക്കാരാണ്. ഇതാ നമ്മൾ പല രീതിയിലാണ് നമ്മൾ ഭരിക്കണത്. ചിലവർ അച്ഛനായിട്ട് ഭരിക്കണു, ചിലവരതാ ഭാര്യയായിട്ടതാ ഭരിക്കണു, ചിലവർ ഭർത്താവായിട്ടതാ ഭരിക്കണു അല്ലേ? ഭാര്യയായിട്ടുള്ള ഭരണമൊക്കെ കാണേണ്ടത് തന്നെയാണ് ഭഗവാനെ. എൻ്റെ ഭഗവാനെ, ആ ഭാര്യ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള ചില ഭരണമൊക്കെ ഉണ്ട്, കുട്ടികളുടേതായിരിക്കുന്ന ഭരണങ്ങൾ അല്ലേ? അപ്പം നമ്മളൊക്കെ ഭരിക്കുന്ന ആൾക്കാരാണ്. ആ ഭരണമൊക്കെ എപ്പോഴേ നേരെയാവുള്ളൂ? ഭരണം ഭജനമാവണം. എങ്ങനെയുള്ള ഭജനം? ഭഗവത് ഭജനമാണോ? ഇതൊക്കെ ഭഗവാനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഭഗവാനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ള ഭാവമായി കഴിഞ്ഞാൽ നമുക്കിതാ സന്തോഷമായിട്ടിതാ മാറണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സുഖത ഉണ്ടാവുക. ധർമാദയശ്ചാർത്ഥം സഹോപായന്യഥാമ്നെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസതത്വവിൽ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ. സ്ത്രീധർമ്മത്തിനൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പം സ്ത്രീധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിലോ ആ സ്ത്രീയുടെ വസ്ത്രത്തിലോ ആ സ്ത്രീയുടെ തലമുടിയിലോ ഒരു അന്യപുരുഷൻ തൊടാനായിട്ട് പാടില്ല. ഇതാണ് സ്ത്രീധർമ്മം എന്ന് ഇതാ പറയുക. അപ്പോൾ സ്ത്രീകളോട് എങ്ങനെ വേണം എന്താ പെരുമാറുക അല്ലേ? ഒക്കെ നന്നായിട്ട് കണ്ടുപഠിക്കണം. ധർമ്മങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ പോരാ, എന്ത് വേണം? അതിനനുസരിച്ച് ജീവിക്കാൻ കൂടി ഇതാ ശ്രമിക്കണം. അനുവാദമില്ലാതെ ഒരിക്കലും സ്പർശിക്കാനായിട്ടിതാ പാടില്ല എന്നതാ പറയും. അതിനാണ് സ്ത്രീധർമ്മം എന്ന് പറയും അല്ലേ? ആപദ്ധർമ്മം എന്ന് പറഞ്ഞാലോ, ആപത്തുണ്ടാവുന്ന സമയത്ത് രക്ഷിക്കാനുള്ള ഒരു മനോഭാവം, അതിനാണ് ആപദ്ധർമ്മം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരാളിങ്ങനെ നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ വെള്ളത്തിൽ വീണത് കണ്ടു അത്രേ. അപ്പോൾ ഈ പുരുഷന് ഇയാൾക്ക് തോന്നി, അയ്യോ അത് സ്ത്രീയല്ലേ, അതുകൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്ത് വേണം ഇയാൾ? അപ്പോൾ ഏത് ധർമ്മം നോക്കേണ്ടത്? സ്ത്രീധർമ്മമല്ല അവിടെ നോക്കേണ്ടത്. അപ്പോൾ ഏത് ധർമ്മം? അവിടെ ആപദ്ധർമ്മം അല്ലേ? അപ്പോൾ ആ സ്ത്രീയാണോ വീണതെന്ന് നോക്കാതെ വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആ സ്ത്രീയെ രക്ഷിക്കണം എന്ന് പറയും. ആ രക്ഷിക്കുന്നത് വരെ ആപദ്ധർമ്മമുള്ളൂ, അതല്ലാതെ പിന്നെ ആപദ്ധർമ്മം അവിടെ ഇല്ല അല്ലേ? രക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വാട്സപ്പ് നമ്പറൊന്നും വാങ്ങാൻ പാടില്ല. അല്ലാതെ നിങ്ങൾ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാട്ടുന്ന സമയത്ത് നീ ഇപ്പം ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്താണെന്നാണ് വിചാരിച്ചത്, അന്ന് ഞാൻ രക്ഷിച്ചതുകൊണ്ട് അല്ലിയാച്ച കാടായിരുന്നു അല്ലേ? അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ചില ധർമ്മങ്ങൾ ചില സമയത്ത് മുഖ്യധർമ്മമായിട്ട് മാറും. അങ്ങനെ ധർമ്മം തന്നെ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. സ്ത്രീധർമ്മത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോ വാഞ്ചിതസ്തുത്തരായണ. എന്താ ഈ ഭീഷ്മരുടെ പ്രത്യേകത? ഉത്തരായണവും കാത്തിരിക്കുക അത്രേ. സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മപിതാമഹര്. അദ്ദേഹം വിചാരിക്കണ സമയത്തേ മരിക്കുള്ളൂ അത്രേ. അങ്ങനെ ഒരു വരം കിട്ടിയിരുന്നു വെച്ചാൽ എത്ര നന്നായിരുന്നു നമുക്ക് അല്ലേ? നമ്മളങ്ങോട്ട് വിചാരിക്കണ സമയത്ത് അങ്ങനെ ഒരു വരറ്റ നമുക്ക് തന്നിരുന്നു വെച്ചാൽ പിന്നെ ജീവിതത്തിൽ നമ്മൾ മരിക്കില്ല, അങ്ങനെ ഉറപ്പാല്ലേ? എത്ര വയസ്സായി കഴിഞ്ഞാലും മരണം വരരുത്, ഇപ്പം മരണം ഉള്ളതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്നാണ് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ തന്നെങ്കിലും ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇനി അങ്ങനെ മരിക്കില്ല വെച്ചാലുള്ള സ്ഥിതി കാലനറ്റം ഇല്ലാതായി കഴിഞ്ഞാലോ അല്ലേ? കാലം ഇല്ലാതായി കഴിഞ്ഞാൽ, മരണദേവത ഇല്ലാതായി കഴിഞ്ഞാലോ? 500 വയസ്സുള്ളോരപ്പൂപ്പനും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. എത്ര വയസ്സായി നിനക്ക്? എനിക്ക് 742 വയസ്സായി. നിനക്ക് എത്ര വയസ്സായി? ഇങ്ങനെ വയസ്സിങ്ങനെ കൂടി ഒന്നും വയ്യാതായി. മാത്രമല്ല ഇവരിങ്ങനെ നടന്ന് ഇങ്ങനെ 8 കാലി നടക്കുന്നത് പോലെയാണ്. 8 കാലി ഇങ്ങനെ നടക്കുന്നത് പോലെ നടന്ന് ആൾക്കാർ മരിക്കാതെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക?
ഇവരെല്ലാവരും കൂടി ഉപ്പാങ്ങിട്ടേക്കണ പാത്രത്തിലിട്ടേക്കും. ആൾക്കാരൊക്കെ പാടെ അറിയാതെ ഇതിൻ്റെ ആ അടപ്പേറ്റ തുറന്നിട്ടിച്ച് എല്ലാവരും പുറത്തേക്ക് ഇതാ ചാടും അല്ലേ. കാലനില്ലാതായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ആ വര കൊടുക്കില്ലാതാ പറയും. അതായത് ഭീഷ്മർക്ക് അങ്ങനെ ഒരു വര കിട്ടിയിട്ടുണ്ട്. എന്താണ്? സ്വച്ഛന്ത മൃത്യു. തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. ഉത്തരായണവും കാത്തുകൊണ്ടതാ കിടക്കുകയാണ്. ഉത്തരായണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തരായണ സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന സമയത്തിനാണ് ഉത്തരായണം എന്നതാ പറയും. ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് ഇതാ യാത്രയാവാനായിട്ട് ഇതാ സാധിക്കും. അപ്പോൾ ഈ മരണം ഇന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ഗുണമാണെന്നൊക്കെ പറയും. ദക്ഷിണായന സമയം അത് പിതൃക്കൾക്ക് കൂടുതൽ പ്രാധാന്യം. ഉത്തരായണ സമയമാണെന്ന് വെച്ചാൽ ദേവന്മാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായിരിക്കുന്ന സമയം. അതിന് ഉത്തരായണവും ഭഗവാനെയും കാത്തുകൊണ്ട് അങ്ങനെ ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മരുടെ അടുത്തേക്ക് ഇപ്പോൾ ഭഗവാനിതാ എത്തിച്ചേർന്നു. തദോപസംഹൃത്യഗിര സഹസ്രണീയർ വിമുക്ത സംഗം മന ആദിപൂരുഷേ കൃഷ്ണേ ലസൽ പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതൃഗ്വ്യധാരയത്. ഭഗവാൻ അവിടെ ഇരുന്ന് ഭീഷ്മരോട് പറഞ്ഞു, ഭീഷ്മരെ, പാണ്ഡവരുടെ എല്ലാവിധ ദുഃഖങ്ങളൊന്ന് ഇല്ലാതാക്കി കൊടുക്കണം. അപ്പോൾ ഭീഷ്മർക്ക് ഒരു കാര്യം തോന്നിയത്രേ, എല്ലാവിധ ദുഃഖവും ഇല്ലാതാവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു അത്രേ. ആ പാണ്ഡവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കാനായിട്ടതാ സാധിച്ചു. ഭഗവാന്റെ 1000 നാമങ്ങൾ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞതാ കൊടുക്കുന്നത്. പുരസ്ഥിതേ അമീലിതൃഗ്വ്യധാരയൽ. തൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇനി ഞാൻ കണ്ണടക്കില്ല കേട്ടോ ഭഗവാനേ പറഞ്ഞു. കണ്ണടക്കില്ല. അതെന്താ അങ്ങ് കണ്ണടക്കില്ല എന്ന് പറയണത്? കണ്ണടക്കുന്ന സമയത്ത് എനിക്ക് അങ്ങയെ കാണാനായിട്ട് ഇതാ സാധിക്കില്ലല്ലോ. കണ്ണ് തുറന്ന് അങ്ങയെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗതായുധ വ്യഥ, ഒരു വ്യഥകളും ഒരു ദുഃഖവും ഞാൻ ജീവിതത്തിൽ അതാ അറിയുന്നില്ല. അതുകൊണ്ടതാ ഇനി കണ്ണടക്കരുതേ ഭഗവാനെ, ഞാൻ കണ്ണടക്കില്ല കേട്ടോ എന്ന് ഭീഷ്മരതാ പറയണു. കണ്ണ് തുറന്ന് തൻ്റെ മുന്നിൽ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ ഭീഷ്മപിതാമഹർ നന്നായിട്ടതാ കണ്ടു. ചതുർഭുജാകാരനായിരിക്കുന്ന ഭഗവാൻ ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകളണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദാ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകളണിഞ്ഞ് സ്വർണ്ണവളകളണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ സാക്ഷാൽ ഭഗവാനെ മുന്നിലെങ്ങനെ കണ്ടതോടുകൂടി തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. തുഷ്ടാവ, സാക്ഷാൽ ഭഗവാന് സന്തോഷം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അതിഗംഭീരമായിട്ട് ഭീഷ്മര് ഭഗവാനേതാ സ്തുതിക്കാനായിട്ടതാ പുറപ്പെട്ടു. ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ. ഭഗവാനെ, ഇനി എത്ര കാലമാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവുള്ളത് എന്ന് എനിക്ക് പറയാനായിട്ടതാ സാധിക്കില്ല. അതുകൊണ്ട് എനിക്കിനി ഒരൊറ്റ ആഗ്രഹമുള്ളത് എന്താണ്? ഇതി മതി ഉപകൽപിത. എൻ്റെ ഈ മതി, എൻ്റെ ഈ ബുദ്ധി അങ്ങയുടെ അടുത്ത് തന്നെ ഇതാ ഉണ്ടാവണേ ഭഗവാനെ. എൻ്റെ ബുദ്ധിയിൽ എപ്പോഴും അങ്ങയെ തന്നെ എനിക്കിതാ ഓർക്കാനായിട്ടിതാ സാധിക്കണേ ഭഗവാനെ എന്ന് ഭീഷ്മപിതാമഹര് ഭഗവാനോടിതാ പ്രാർത്ഥിക്കുന്നു. ത്രിഭുവനകമലം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേനവദ്യാ. ത്രിഭുവനഗമനം. അങ്ങനെ ഭീഷ്മർക്കിപ്പോൾ ഭഗവാനോടുകൂടി ചെയ്തതായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ടതാ സാധിച്ചു. വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പറയും അല്ലേ. റിട്ടയറായി കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? വൃദ്ധസ്ഥാവൽ ചിന്താമക്കുന്ന ഓരോരോ ചിന്തകൾ ഇങ്ങനെ കയറി വരും. ഇത്ര റിട്ടയറായി കഴിഞ്ഞാൽ പിന്നെ അതുവരെ സമയം പോണതൊന്നും അറിയില്ല. രാവിലെ ആയാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അത് ഒപ്പിടാൻ പോയി ഇത് ഒപ്പിടാൻ പോയി. പിന്നെ കൊല്ലത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഒപ്പിടാൻ പോകുള്ളൂ. ആ സമയത്തെ പുറത്തിറങ്ങുള്ളൂ. അതുവരെ രാവിലെ പോലെ വൈകുന്നേരം വരെ ഇരുന്ന് ഇങ്ങനെ
ഓരോ ചിന്തകളിലതാ മുഴുകിക്കൊണ്ടതാ ഇരിക്കുന്നു. എന്തൊക്കെ ചിന്തകളാണ് ഉണ്ടാവുക? തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് ചിന്തിച്ച്, ഭഗവാനെ വീടിൻ്റെ അടുത്തുള്ള അയാൾ എപ്പോഴും പണ്ട് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ, ഇപ്പം അവൻ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് കാണാറ് തന്നെ അല്ല കേട്ടോ, ജോലി കിട്ടിയതിന് ശേഷം പിന്നെ സംശയമില്ല അവൻ അങ്ങോട്ടതാ വന്നില്ല. മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ചിന്തിച്ച് അല്ലെങ്കിലും സാധാരണ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ടാവും. എന്നാൽ ഭീഷ്മർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഭീഷ്മർ എല്ലാ സമയത്തും ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് വളർന്നതാ വന്നിട്ടുള്ളത്. അപ്പോൾ ഭഗവാനോട് കൂടിയിട്ട് ചെയ്തതായ ഓരോ കാര്യങ്ങളെയും ഭീഷ്മർക്കതാ ഓർക്കാനായിട്ട് സാധിച്ചു. അതാണ് വയസ്സായിട്ട് കിടക്കുന്ന സമയത്ത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം വെച്ചാൽ എന്ത് വേണം അല്ലേ? ചില ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും. ആർക്കാ സന്തോഷം ഉണ്ടാവുക? ജീവിതത്തിൽ നല്ല രീതിയിലാണ് വളർന്നു വന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് ആ വയസ്സാവുന്ന കാലത്ത് ഓർക്കാനൊക്കെ സാധിക്കും. രാവിലെ നേരത്തെ എണീറ്റതും അടുത്ത അമ്പലത്തിലേക്ക് വന്നതും പ്രദക്ഷിണം ചെയ്തതും സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ വന്നിരുന്നതും